ഹലോ ഗൈസ്, ഒരുപാട് കുട്ടികളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ KEA CET കുറിച്ചിട്ട് ആധികാരികമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലായിരിക്കും. അതുകൊണ്ട് തന്നെ KCET കുറിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി കുട്ടികൾ നിരന്തരം ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഇന്ന് KEA CET 2025 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഒത്തിരി കുട്ടികൾക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട്. 30,000, 40,000, 20,000, ഒരു കുട്ടിക്ക് 6,000 റാങ്കും പിന്നെ 1 ലക്ഷം, 2 ലക്ഷം, 2 ലക്ഷത്തിന്റെ മുകളിലോട്ട് റാങ്ക് കിട്ടിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് അടുത്തത്, എന്താണ് KEA CET റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വാട്ട് നെക്സ്റ്റ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബോർഡിൽ എഴുതിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആഫ്റ്റർ KEA CET റിസൾട്ട് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? വാട്ട് നെക്സ്റ്റ്? റിസൾട്ടിന് ശേഷം എന്താണ്? അപ്പോൾ റിസൾട്ടിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോ 24-ാം തീയതി ആയി ഇന്ന്. അപ്പോൾ ഇനി ജൂൺ മാസം ഇനീഷ്യൽ സ്റ്റേജിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കും. അതായത് നിങ്ങളുടെ 12th മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുവാനുള്ള ഡേറ്റ് വിളിക്കും. ആ സമയത്ത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ഓൺലൈൻ വഴി ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് എൻട്രി ആണ്. നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകൾ എൻട്രി ചെയ്തു കൊടുക്കുക. ചോയ്സ് എൻട്രി ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഏകദേശം ജൂൺ ലാസ്റ്റ് ആവുമ്പോഴേക്കും ജൂലൈ ഫസ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും ചോയ്സ് എൻട്രിന്റെ ഡേറ്റ് വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആട്ടോ, ഏകദേശം ഡേറ്റ് ആണ് പറയുന്നത്. ഒരു ഒറിജിനൽ ഡേറ്റ് ഇതുവരെയായിട്ട് പബ്ലിഷ് ആയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് ചോയ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ട്രയൽ അലോട്ട്മെന്റ് വരും. അത് വന്നു കഴിഞ്ഞതിന് ശേഷം അതിൽ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോയ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊടുത്തിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മാറ്റി എഡിറ്റ് ചെയ്ത് റീ എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പുതുത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയത് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് എഡിറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ ചോയ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന കോളേജുകൾ മാത്രം ആദ്യം കൊടുക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റുകൾ, ഇങ്ങനെ 3 അലോട്ട്മെന്റ് ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് അത്യാവശ്യം നല്ല റാങ്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടിയേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയേക്കാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഓൾറെഡി നമുക്കൊരു കോളേജ് കിട്ടി. അപ്പോൾ വെരിഫിക്കേഷൻ സ്ലിപ്പ് KEA സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ഇതാണ് ഇനി KCET റിസൾട്ടിന് ശേഷം നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട ഓരോ സ്റ്റെപ്പുകളാണ് ഇത്. ഇതാണ് ഒന്നാമത്തെ ഡൗട്ട്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഡൗട്ട്, KCET എക്സാം എഴുതി കഴിഞ്ഞാൽ ഫീസ് എത്ര വരുന്നതെന്നാണ്. ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ 1,40,000 രൂപ വെച്ചിട്ടാണ് ഇയർലി ഫീസ് വരുന്നത് നിങ്ങൾക്ക് BSc നഴ്സിംഗിന്. KCET വഴി നിങ്ങൾ ഈ സ്റ്റെപ്പിലൂടെ ഒക്കെ പോയി നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അലോട്ട്മെന്റിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വെരിഫിക്കേഷൻ സ്ലിപ്പും കൊണ്ട് കോളേജിൽ പോയാൽ 1,40,000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി മൂന്നാമത് കുട്ടികൾ ചോദിക്കുന്നതാണ്, +2 കുട്ടികൾ മീൻസ് +2 അല്ല, KCET ഫെയിൽ ആയാലോ എന്ന്. അങ്ങനത്തെ ഒരു സംവിധാനം അല്ല. KCET എഴുതിയ എല്ലാ ആൾക്കാർക്കും റാങ്ക് ആണ് വരുന്നത്. അപ്പൊ റാങ്കിന് മുൻതൂക്കം, അതായത് ഏറ്റവും കുറഞ്ഞ റാങ്ക് ഉള്ളവർക്ക് കിട്ടാനുള്ള ചാൻസസ് കുറയും. നല്ല റാങ്ക് ഉള്ളവർക്ക്, അതായത് 1 മുതൽ ഒരു 1 ലക്ഷം റാങ്ക് വരെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല കോളേജിൽ പഠിക്കാൻ പറ്റും. ഇതാണ് KCET ഫെയിൽ ആവുന്ന ഒരു സംവിധാനമല്ല. നാലാമത്തെ പോയിന്റ് ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ എന്നുള്ളതാണ്. ഒത്തിരി കുട്ടികൾ വാട്സപ്പിൽ ചോദിക്കുന്നതാണ്. ഗവൺമെന്റ് കോളേജിൽ കിട്ടത്തില്ല. ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള, അതായത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അംഗീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് കോളേജ്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളിലെ മീൻസ് മെറിറ്റ് സീറ്റ്, നിശ്ചിത മെറിറ്റ് സീറ്റുകളിലോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 60% സീറ്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗവൺമെന്റ് കോളേജിൽ നമുക്ക് കിട്ടൂല, നമുക്ക് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് കോളേജിൽ കിട്ടും. പിന്നെ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നതാണ്. എങ്ങനെ പോയാലും ഒരു 2.5 ലക്ഷം റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു 2 ലക്ഷം രൂപയുടെ ഉള്ളിലോട്ട് റാങ്ക് വരുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കോളേജസ് തന്നെ കിട്ടും.
1 ലക്ഷത്തിന്റെ റാങ്കിന് താഴോട്ടേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും ടോപ്പ് ലെവൽ സെന്റ് ജോൺസ്, സെന്റ് മാർത്താസ്, സെന്റ് ഫിലോമിനാസ്, ഫാദർ മുള്ളേഴ്സ്, JSS പോലുള്ള 1 ലക്ഷം അല്ലെങ്കിൽ 80,000ത്തിന്റെ താഴോട്ടേക്ക് വരുന്ന കുട്ടികൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ അനുസരിച്ചിട്ട്. ഈ വർഷം നമ്പർ ഓഫ് മലയാളി കുട്ടികൾ ഇത് മാത്രം നോക്കുന്നത് കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പാറ്റേണിലും ഈ വർഷം ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ വരുന്ന ആറാമത്തെ ഒരു പോയിന്റ്, അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ റാങ്ക് നമ്മൾ അനലൈസ് ചെയ്യണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ബിലോ 50,000 റാങ്ക് വരുന്ന കുട്ടികളുണ്ടാവും, ബിലോ 1 ലക്ഷം റാങ്ക് വരുന്ന കുട്ടികളുണ്ടാവും, ബിലോ 1.5 ലക്ഷം റാങ്ക് വരുന്ന കുട്ടികളുണ്ടാവും, ബിലോ 2 ലക്ഷം റാങ്ക് വരുന്ന കുട്ടികളുണ്ടാവും, പിന്നെ എബോവ് 2 ലക്ഷം റാങ്ക് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നിങ്ങളുടെ റാങ്ക് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കോളേജസ്, അതായത് കർണാടകത്തിൽ ടോട്ടൽ 552 കോളേജസ് മിനിമം ഉണ്ട്, പ്ലസ്സേ ഉള്ളൂ. അപ്പൊ 550ലധികം കോളേജസിൽ 45,000-ലധികം സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. കാരണം കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റുള്ള മെഡിക്കൽ കോളേജസിലൊക്കെ ഇപ്പൊ 250 സീറ്റാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. പല കോളേജുകളിലും സീറ്റ് ഇൻടേക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും 45,000-ലധികം BSc നഴ്സിംഗ് സീറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് എന്താണോ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ഈ ഓരോ കാര്യം ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചോയ്സ് എൻട്രി മുതൽ നമ്മുടെ അലോട്ട്മെന്റ് കിട്ടുന്ന പ്രോസസ് ആണ്. അപ്പൊ അതിന് നിങ്ങളുടെ റാങ്ക് എത്രയാണോ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് മീൻസ് ചോയ്സ് എൻട്രി ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചോയ്സ് എൻട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ KEA നമ്പറിലോട്ടും, ഞങ്ങളുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ ഉള്ള കുട്ടികളാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ KEA സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് KEA ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചോയ്സ് എൻട്രി ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ അനുസരിച്ചിട്ട് ഓരോ കോളേജിലും ലാസ്റ്റ് 3rd അലോട്ട്മെന്റിൽ കയറിയ കുട്ടികളുടെ ലിസ്റ്റാണ് KEA. അപ്പൊ ഇതുപോലെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അനലൈസ്, ഇപ്പൊ കഴിഞ്ഞ വർഷം മലയാളി കുട്ടികൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത കുട്ടികൾ ഈ വർഷം KEA നോക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റാങ്കിന്റെ പാറ്റേൺ ആവാൻ ചാൻസ് ഇല്ല ഈ വർഷത്തെ റാങ്കിന്റെ പാറ്റേൺ. അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ്, നിങ്ങളുടെ റാങ്ക് എത്രയാണോ, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കോളേജ് ഏതാണോ, ഇനി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കോളേജിലേറെ ബെസ്റ്റ് കോളേജസ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളേജസിൽ എങ്ങനെ അലോട്ട്മെന്റ് കൊടുക്കണം എന്നിങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സ്, ഈ കാണുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഒക്കെ ചെയ്തു തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള KEA നമ്പറിൽ, എൻട്രൻസിന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്തു തരുന്നതായിരിക്കും. ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ബെസ്റ്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1,40,000 രൂപ ഫീസ് അടച്ചാൽ മതി. ഈ പ്രോസസ്സ് ഒക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്.